ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഇന്ത്യയുടെ. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നത്. ഈ കുരിശ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലേ ഈ ഒരു ദിവസത്തിന് പ്രത്യേകത. ഇന്ന് വിഭൂതി ബുധനായിട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് 50 ദിവസത്തേക്ക് നമ്മുടെ നോമ്പ് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി കുരിശൊക്കെ വരച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ? എങ്ങനെയാണ് പോയേക്കാം വീഡിയോയിലേക്ക് അല്ലേ. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് ഒരുപാട് ചെടുപ്പിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ഇന്ത്യയുടെ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഉടുപ്പാണ്. പക്ഷേ ഈ സാധനം ഒരിക്കലും ആരോടും മേടിക്കാനായിട്ട് പറയില്ല കേട്ടോ. കാര്യം ഇതിന് കളർ ഇളകുന്നുണ്ട്. ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. കളർ ഫീഡായി തുടങ്ങിയിട്ടുണ്ട്. ഫീഡായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം പരിപാടിക്ക് ഇട്ടിട്ട് പോയി ഒരു ബാഗ് എൻ്റെ ഷോൾഡർ കിടപ്പുണ്ടായിരുന്നു. വീട്ടിൽ വന്നിപ്പോൾ ബാഗും എന്തോ കളറായിരിക്കണം. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അണ്ടർ ആംസിനും കളറുണ്ട്. അപ്പോൾ മനസ്സിലായി ഈ സാധനം. പക്ഷെ ഫസ്റ്റ് വാഷിൽ അത്ര കളറൊന്നും പോകണ്ടായിരുന്നില്ല. പിന്നെ വാഷ് ചെയ്തിനിപ്പോൾ ഇതുപോലെ കളറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വൈറ്റ് ആണ്. അപ്പോൾ എന്തായാലും എങ്ങനെ പോയാലും 2-3 വാഷിനുള്ള പരിപാടി വരിക. സംഭവം ഇതൊക്കെ കൊള്ളായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നമുക്ക് നോക്കാം കേട്ടോ. അതേ അമ്മയുടെ പേർക്ക് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇഡ്ഡലിക്കുള്ള പണി ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ സാമ്പാറിനുള്ള സാമഗ്രികൾ അരിഞ്ഞ് റെഡിയാക്കാം. ഫിംഗർ ക്യാപ്പിൻ്റെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ വെച്ചാലോ ചെയ്യണം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ സൈഡിൽ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കറിയാം ഞാനിവിടെ തന്നേക്ക് സാമ്പാറിന് അരിഞ്ഞ് തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം സാമ്പാർ കൂട്ടി ഇഡ്ഡലി കഴിക്കാൻ പറ്റൂല എന്നുള്ളത്. പരിപാടി കുഞ്ഞുമാല കാട്ടിക്കൊടുത്തേ. വേഗം ഓട്ടേന്ന് നിന്നോട് വേഗം പച്ചക്കറി അരിഞ്ഞേ. തൂവി തമേ പോലടാ. സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ അമ്മയാണ് വെക്കണേ. അപ്പം നമുക്കിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ വെണ്ടയ്ക്ക ഒലത്തിയതാണ്. അപ്പോഴേക്കും ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് കഴിക്കാമെന്നൊക്കെ. വെണ്ടയ്ക്ക ഒലത്തിയെടുക്കാനുള്ള പരിപാടിയുള്ള കേട്ടോ. തലയിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇത് ഹോട്ട് ഓയിലാണേ. ഇച്ചിരി വെളിച്ചെണ്ണ ചൂടാക്കി അത്രേ ഉള്ളൂ. വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നല്ല തലവേദനയുണ്ട്. അപ്പോൾ തലയ്ക്ക് വേദന എടുക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ട് കാണാം. തലയിലെ കുരിശൊക്കെ മാഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തല ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇത്ര നേരം ഫേസ് വാഷ് ചെയ്യേണ്ടായിട്ട് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുരിശ് പോകണ്ടല്ലോ എന്ന് എഴുതി. പക്ഷെ അത് തനിക്ക് പൊടിയായ കാരണം പൊടി ഇങ്ങനെ ഇത് ചെയ്ത് പോട്ടോ. നമ്മുടെ കുരുത്തോലയുടെ പൊടി, ഇങ്ങനെ കുരുത്തോല ഓശാനാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോലയില്ലേ, ആ കുരുത്തോല എന്ത് ചെയ്യും, ഉണക്കും. ഉണക്കല്ല, തനിക്കിങ്ങനെ ഉണങ്ങുമല്ലോ. കഴിഞ്ഞ കൊല്ലം കിട്ടിയത് ഈ തണിയമ്മയ്ക്ക് ഉണങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ കത്തിച്ച് ചാരമാക്കും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അന്നാവെള്ളം ഒഴിക്കും. എന്നിട്ട് അത് മിക്സ് ചെയ്താണ് നമുക്കിങ്ങനെ കുരിശ് വരച്ചത്. അങ്ങനെ അപ്പോൾ കുരിശ് പൊടിയായിരുന്നു ഉണങ്ങി. ഇപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോയി ഇപ്പോൾ ഒന്നും തലയിൽ ഇല്ലൊന്നും, ഒക്കെ പോയി. നെറ്റിക്കില്ല, ഒക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ തലയിൽ ആവശ്യത്തിനും അധികം വെളിച്ചെണ്ണയൊക്കെ പറ്റിയതേ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് 4 മണി അടുത്തായിട്ടോ കഴിച്ചപ്പോഴേക്കും. അപ്പോൾ സാമ്പാറുണ്ട്, നമ്മുടെ രാവിലത്തെ ഒലത്തായിട്ടുള്ള വെണ്ടയ്ക്ക ഒലത്തിയതുണ്ട്, പിന്നെ നമ്മുടെ കായ ഒലത്തിയതുണ്ട്, പിന്നെ ആ നേരത്തെ കാണിച്ചെന്ന സാധനം ഈ എടുക്കണത് ഇത് നമ്മുടെ ഉള്ളിച്ചമ്മന്തി ആട്ടോ. ഉള്ളിയും വെളിച്ചെണ്ണയും നമ്മുടെ പുളിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെരടണം. എന്നിട്ട് അത് കൂട്ടി നല്ല ചൂടൻ ചോറ് കഴിക്കണം. അത് തന്നെ മതി കേട്ടോ വയറ് നിറയാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ആ ഒരു സാധനത്തിന്. നോമ്പുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പുള്ളവരെന്നല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പറമ്പിക്കലോ ഓടിക്കളിക്കലാണ് അവൻ്റെ പരിപാടി. ഓക്കെ, വെള്ളത്തുമ്പി നിറച്ചുണ്ട്. സ്കൂബിടോ ഇങ്ങോട്ട് വന്നേ. സ്കൂബിയിൽ നോക്കിയേ, തുമ്പി, വെള്ളത്തുമ്പി, പച്ചമുളക്, ചക്ക ഉണ്ടോ. ജാതിക്കായുടെ സീസണായിട്ടുണ്ട്. ജാതിക്കായ. നീ എന്താ ഇവിടെ തപ്പണേ? എല്ലാ തെങ്ങിൻ്റെയും മൂട്ടി പോയി മണക്കാം, എന്നിട്ട് മുള്ള. ഇത്ര പെടുത്ത് മൂത്രം നിനക്ക് എവിടെ നിന്ന് വരുന്നു? മൂത്ര ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടോ? ടൂബി ഫാക്ടറി. തലയിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റിയത് പറമ്പിലേക്ക് ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ അവിടെ കരിയില വരണുണ്ടായിരുന്നേ. അമ്മയുടെ പേർക്ക് വിറകും പറക്കുന്നുണ്ട്. നമുക്കേ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ എടുത്തിട്ട് നല്ല താളിയൊക്കെ ഉണ്ടാക്കി തല നന്നായിട്ട് കഴുകാം കേട്ടോ.
വേണ എന്താ വേണ്ടേ? മുളകാണോ വേണ്ടേ? മുളക് വേണോ ശുണ്ടരനെ? നോക്കിയേ കാട്ടിത്തരാം. വേണ എടുത്തോ. എരിയൂട്ടാ എടുത്തോ. നമ്മുടെ പടരന്താളി എന്ന് പറയും കേട്ടോ. അതും നമ്മുടെ ചെമ്പരത്തി താളിയും കൂടി വെള്ളത്തിലിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. തല്ലി പറ്റി കുളിക്കണം. തലവേദന എടുത്ത് തുടങ്ങി. കുറേ നേരമായില്ലേ വെളിച്ചെണ്ണ പറ്റിയിട്ട്. അങ്ങനെ തലയിൽ താളിയൊക്കെ പറ്റി നല്ല ഉഷാറായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. ലവ് യു.